കാവ്യദളം സമർപ്പിക്കുന്നത് AVT പ്രീമിയം ടീ. കടുപ്പമല്ല, ഏറ്റവും കടുപ്പമുള്ള ചായ സ്ഥിരമായി. ഇൻ അസോസിയേഷൻ വിത്ത് പൊന്നും പുടവയുമായി ശ്രീവത്സം അണിഞ്ഞൊരുങ്ങി. ശ്രീവത്സം ജുവലേഴ്സ്, പന്തളം, കുളനട, കൊടുമൺ, അടിമാലി, രാംരാജ് കോട്ടൺ മുണ്ടുകൾ, ഷർട്ടുകൾ, പിന്നെ അടിവസ്ത്രങ്ങളും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരുവോണ ദിവസം മലയാളത്തിലെ ഒരു യങ് ബഡ്ഡിംഗ് ആക്ട്രസിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾ കൊച്ചിയിലെത്തി. അന്ന് മീശ മാധവൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമ സമ്മാനിച്ച ത്രില്ലിലായിരുന്നു അവർ. വർഷങ്ങൾക്കു ശേഷം ഇന്ന് ആ നടി മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ്. വെറുമൊരു അഭിനേത്രി മാത്രമല്ല, ആൽബത്തിന്റെ ഗാനരചയിതാവ് കൂടിയാണ് അവരിപ്പോൾ. അവർ രചിച്ച വരികളുമായി ഒരു പുതിയ ആൽബം നമ്മളോടൊപ്പം എത്തിക്കഴിഞ്ഞു. കാവ്യദളങ്ങൾ എന്നാണ് പേര്. അഭിനേത്രി ആരാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മളോടൊപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കാവ്യ മാധവൻ. കാവ്യം സുന്ദരം, കാവ്യദളങ്ങൾ ശ്രുതിമധുരം. സ്വാഗതം. കവി കുറേ വർഷമായി കണ്ടിട്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് കാവ്യക്ക്. കാവ്യ പാട്ട് എഴുതാൻ പോകുന്ന നേരം ആദ്യം ഞെട്ടി. പക്ഷെ പിന്നീടാണ് ആലോചിച്ചപ്പോൾ മനസ്സിലായത് കാവ്യക്ക് സംസ്ഥാന യുവജനോത്സവത്തിലൊക്കെ പദ്യപാരായണത്തിൽ 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്, സംസ്ഥാന തലത്തിൽ പോലും. കവിതയുമായി ഒരു തുടക്കക്കാരിയല്ല കാവ്യ. കാവ്യ ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരുന്നു? കുറെ പാട്ടുകൾ. എനിക്ക് ഒരു പാട്ടായിട്ട് പറയാൻ, ഇപ്പൊ എന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ വെണ്ണിലാ ചന്ദനക്കണ്ണ നല്ലൊരു പാട്ടായിരുന്നു. ആദ്യമായിട്ട് പാട്ട് പാടി അഭിനയിക്കുന്നത് അതാണ്. ചന്ദ്രനുദിക്കുന്ന ദിക്കില് കുറെ നല്ല പാട്ടുകളുണ്ട്. മീശമാധവനിലെ നല്ല പാട്ടുകളായിരുന്നു. വടക്കുന്നാഥനിലെ കളഭം തരാൻ നല്ല പാട്ടായിരുന്നു. ബനാറസിലെ നല്ല പാട്ടുകളായിരുന്നു. പിന്നെ ഇപ്പൊ 17ന്റെ പൂങ്കരളി എന്നുള്ള പാട്ട് നല്ല പാട്ടായിരുന്നു. എനിക്കൊന്നും മലയാളത്തിലെ ബാക്കിയുള്ള സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ നടിമാരൊക്കെ അഭിനയിക്കുന്ന സമയത്ത് പാട്ടിന്റെ ലിറിക്സിനോട് അവർക്ക് അത്ര വലിയ അടുപ്പം ഉണ്ടാവണം എന്നില്ല. പക്ഷെ എനിക്കൊന്നും കാവ്യക്ക് അത് ഉണ്ടാവാനുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ച ഈ പദ്യപാരായണത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാട്ട് പൊതുവെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. നല്ലോണം പാട്ട് ആസ്വദിക്കാറുണ്ട്. പിന്നെ നമ്മൾ തുടക്കം ഇപ്പൊ എൻ്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ ഈ ബ്രേക്ക് ടൈം എപ്പോൾ വരുമ്പോഴും പാട്ട് വന്ന ഉടനെ പിന്നെ എപ്പോൾ ബ്രേക്ക് ടൈം വന്നാൽ ഈ പാട്ട് ഇങ്ങനെ ഉറക്കിട്ടുകൊണ്ടിരിക്കും. അപ്പൊ അതിങ്ങനെ പാട്ട് കേട്ട് 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 നമ്മുടെ മനസ്സിലത് പൂർണ്ണമായിട്ടും പതിഞ്ഞ ശേഷമായിരിക്കും നമ്മളത് പാടി അഭിനയിക്കുക. അപ്പൊ അത് പ്രത്യേകിച്ച് ലിറിക്സ് പഠിക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ അതിന്റെ അർത്ഥമൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ കാണാൻ തുടങ്ങും. അതിന്റെ വരികളുടെ വിഷ്വല് കണ്ടുകൊണ്ടായിരിക്കും പിന്നെ അഭിനയിക്കാൻ പറ്റുക. എനിക്കൊന്ന് കുറച്ച് റൊമാൻറ്റിക്കുമാണ് കാവ്യ. ബേസിക്കലി വളരെ റൊമാൻറ്റിക് ആണ്. അല്ലെങ്കിൽ കാവ്യക്ക് ഇത്തരം മെലോഡീസ് ഇത്തരം സോങ്ങുകൾ അധികം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പുതിയതായി എഴുതിയ കാവ്യദളങ്ങൾ എങ്ങനെ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയോ? അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ എന്തായാലും നിരുത്സാഹപ്പെടുത്താൻ ആൾക്കാർ ഉണ്ടാവണമല്ലോ. ഉണ്ടാവും, നല്ല ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് രണ്ടും കേൾക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാരും ഇപ്പൊ അരുൺ ചേട്ടൻ ഫസ്റ്റ് ചോദിച്ചത് തന്നെ ഇപ്പൊ ഞെട്ടി എന്ന് പറഞ്ഞില്ലേ, ആ ഞെട്ടലായിരുന്നു മിക്ക ആൾക്കാർക്കും. കാരണം അങ്ങനെ എന്റെ ഭാഗത്തു നിന്ന് ഞാൻ അഭിനയിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും അത്യാവശ്യം കുറച്ചൊക്കെ പാട്ട് പാടണം ഒക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനൊരു മേഖലയിൽ താല്പര്യം ഉണ്ട് എന്നുള്ളത് ആർക്കും അറിയാത്തൊരു കാര്യം. എപ്പോഴും എഴുതി തുടങ്ങി അല്ലെങ്കിൽ ആരെയും അസുഖം കണ്ടുപിടിച്ചു? അമ്മ പറയാറുണ്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കിയിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ അമ്മ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പാടിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കണ പ്രായത്തിലൊക്കെ. ആ വരികൾ ഏതെങ്കിലും ഒന്ന് ഓർമ്മിക്കാനോ പാടാനോ പറ്റുമോ? അത് ഇന്നതായിരുന്നു വരികള്. അറിയാത്ത ബന്ധങ്ങൾ ഞാൻ, അറിയാത്ത ബന്ധങ്ങൾ ഞാൻ, അതിലറിയാത്ത വീഥികൾ, അതിൽ ഒഴിയാത്തതാണ് എന്തോ നീർമുത്ത്. ഏകദേശം ഏത് പ്രായമുള്ളപ്പോഴാണ്? 2ാം ക്ലാസ്സിൽ എന്തോ പഠിക്കണ സമയത്ത് ഞാൻ പാടുകയാണ്. എന്റെ ഒരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് അപ്പൊ അമ്മ എന്തോ ചെയ്തോണ്ടിരിക്കണല്ലോ, ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരുന്നപ്പോ അമ്മ വേഗത സൈഡിൽ എഴുതി വെച്ചു. പിന്നെ ഇങ്ങനെ ഈ പൂവിൽ നിറയെ പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടി കുട്ടി കവിതകളൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഈ കാവ്യദളങ്ങൾ എഴുതുന്നതിന് ഏകദേശം ഏത് സമയം മുതലുള്ള വരികളാണ് ഇതെല്ലാം? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട്. അതെനിക്കൊരു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു എന്റെ ലൈഫിൽ. എന്താണത്? അത് പറഞ്ഞ് കൊറേ പ്രാവശ്യം പറഞ്ഞ കഥയാ. വളരെ ചുരുക്കി പറഞ്ഞു. വളരെ ചുരുക്കിട്ട് പറയാൻ പറ്റില്ല. അത് പ്രണയമായിരുന്നു? പ്രണയമൊന്നും പറയാൻ പറ്റില്ല. സുഹൃത്തായിരുന്നു? സുഹൃത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഒരാളെ. ഞാൻ കേട്ടറിവ് മാത്രമുള്ള ഒരാള്.
കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ, ഞാൻ ഫോട്ടോ കണ്ടിട്ടില്ല. എനിക്ക് എങ്ങനെ രൂപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. ഈ ഒരാളിങ്ങനെ വേറെ പേരെന്തായിരുന്നു? പേര് പറയാവോ? പേര് രാഹുൽ എന്നായിരുന്നു പേര്. രാഹുൽ, കൊറേ രാഹുൽമാര് വന്നതാട്ടോ ഞാൻ ഈ കഥ പറഞ്ഞിട്ട്. പിന്നെ ദിവസം കത്ത് കാവ്യ പറഞ്ഞ ആ രാഹുൽ ഞാനാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി എന്നും പറയുമായിരുന്നു എന്നോട്. അന്നേരം പ്രായം ചെറിയ പ്രായമല്ല, 9ാം ക്ലാസ് പഠിക്കാന്ന് പറയുമ്പോ അത്രയല്ലേ വയസ്സുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് കേട്ട് 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 ഉള്ളിൽ ഇങ്ങനെ ഇതിങ്ങനെ ഭയങ്കര കൗതുകമായി ഈ വ്യക്തിയോട്. പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ എവിടെ ഏത് സ്ഥലത്തൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും അതിനെ പറ്റിയിട്ട് ആള് പിറ്റേന്ന് ഈ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഞാനിട്ട ഡ്രസ്സിനെ പറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ കണ്ണൂർ ഭാഗത്തുള്ള ഏതെങ്കിലും ഫംഗ്ഷൻ പോയി കഴിഞ്ഞു. പിന്നെ നായികയ്ക്ക് ആയതിനു ശേഷം ഒരു ദിവസം ഇങ്ങനെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ഈ വ്യക്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത. എന്ത് ഷോക്കായിരുന്നു. പിന്നെ അന്നൊന്നും ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഈ ഒരാളുടെ അടുത്തൊരു ഇഷ്ടം തോന്നുക പറഞ്ഞത് അന്ന് വലിയ തെറ്റല്ലേ. ചീത്ത കുട്ടികൾക്കൊക്കെ അല്ലേ ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നുള്ളൂ എന്നുള്ളതല്ലേ നമ്മുടെയൊക്കെ ഒരു ചിന്ത. അപ്പൊ ഇത് ആരോടും പറയാനില്ല, അച്ഛനോടും അമ്മേനോടും ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അത് എഴുതി തീർത്തു, ഒരു 3-4 പേജ് അങ്ങ് എഴുതി തീർത്തു. മനസ്സിലുണ്ടായിരുന്ന എല്ലാ തോന്നലുകളും ചിന്തകളൊക്കെ അതിൽ തീർത്തു. 2 വരി ഒന്ന് മൂളുകയോ പറയുകയോ ചെയ്താൽ, എരിഞ്ഞെന്റെ ഉള്ളിൽ നീ അടങ്ങിയിടുമോ, എനിക്കായി മാത്രം വിരിഞ്ഞ പൂവേ, ഇരുളിൽ വിരിഞ്ഞ നീ പുലരും മുൻപേ, ഇതളായി എൻ മനം വിടരും മുൻപേ, എങ്ങോ പൊലിഞ്ഞു പോയി. ശരിക്കും രാഹുലിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം കാവ്യയുടെ വീട്ടിൽ 2 ഗസ്റ്റുകൾ കൂടിയുണ്ട്. കാവ്യയുടെ വീട്ടിൽ വരുന്ന ആ ഗസ്റ്റുകൾ ആരൊക്കെയാണ്? പരിചയപ്പെടാം. ഇവരാണ് എന്റെ കാവ്യദളങ്ങളുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഓ ശരി, സംഗീത സംവിധായകർ. അതെ, ട്വിൻസ് ട്യൂൺസ് എന്നാണ് പേര്. അരുൺ. നമ്മൾ നേരത്തെ ഒരു രാഹുലിന്റെ കഥ പറഞ്ഞപ്പോ രാഹുലിനെ കുറിച്ച് എഴുതിയൊരു പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് അൺഎക്സ്പെക്ടഡ് വന്ന ഒരു അതെന്തറിയോ, ഞാൻ പറയാം, നിങ്ങളാണ് നോണയൊക്കെ പറഞ്ഞു കൊടുക്കും, ഞാൻ സത്യം പറഞ്ഞു കൊടുക്കും. അതുണ്ടല്ലോ ആ കഥ ശരിക്കും ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് ഇവര് ഈ ലിറിക്സ് എഴുതിയിട്ട് കൊണ്ടുപോയിട്ട് ഇവരൊരു ട്യൂണാക്കിയിട്ട് കൊണ്ടുവന്നു. ആ ട്യൂണാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അത്ര അസുഖമായിട്ട് വന്നില്ലായിരുന്നു. അത് ആദ്യത്തെ ട്യൂൺ നന്നായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നന്നായിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ആ ട്യൂൺ മോശം എന്നല്ല അതിന്റെ അർത്ഥം. എന്റെ ഫീലിന് വെച്ചിട്ട് നോക്കുമ്പോ അത് മാച്ച് ആവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ ആ കഥ എല്ലാവരുടെ അടുത്തും പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പക്ഷെ എനിക്കുണ്ടായ ഫീല് ആ പാട്ട് കേൾക്കുമ്പോ തോന്നണം. അത് എങ്ങനെയാന്ന് പറയാൻ എനിക്കറിയില്ല, ഇത്രേ എനിക്ക് പറയാറുള്ളൂ. അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഇവരുടെ ഓർക്കസ്ട്ര സാധനങ്ങളെല്ലാം എടുത്തിട്ട് വീട്ടിൽ വന്നു. ഞങ്ങൾ ഇരുന്ന് പാട്ടോട് പാട്ട് പല പല ട്യൂൺ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വേദന വരുന്ന പോലെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും, ഇവരെന്തൊക്കെയോ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം പരാജയപ്പെട്ടു. ഞങ്ങള് പിരിഞ്ഞു. അല്ല, പിറ്റേന്ന് രാവിലെ എണീറ്റ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവരുടെ ഫോൺ കോൾ വരുന്നു. ഭയങ്കര ആവേശത്തിലാ വിളിക്കുന്നത്. കാവ്യ നല്ലൊരു ട്യൂൺ കിട്ടി, ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ല. കാരണം ഇവര് ചെയ്ത് കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇവർക്കൊരു വിഷമാണല്ലോ. ആ വാശിക്ക് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല, സങ്കടമായിപ്പോയി. ഇരുന്ന് ആലോചിച്ചപ്പോ എനിക്കൊന്ന് ഇവരെ ഫീൽ തന്നെ പുറത്ത് വന്നതാന്ന് തോന്നുന്നു, സങ്കടം കൊണ്ട്. ഏതോ ഒരു രാഹുലിന് വേണ്ടി കാവ്യ എഴുതിയ പാട്ട് നമുക്ക് കേൾക്കാം. എരിഞ്ഞെന്റെ ഉള്ളിൽ നീ അടങ്ങിടുമോ, എനിക്കായി മാത്രം വിരിഞ്ഞ പൂവേ, ഇരുളിൽ വിരിഞ്ഞ നീ പുലരും മുൻപേ, ഇതളായൻ മനം വിടരും മുൻപേ, എങ്ങോ പൊഴിഞ്ഞു പോയി എന്നെ പിരിഞ്ഞു പോയി. കാവ്യ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ പാടിയ പാട്ടുണ്ട്. അത് മ്യൂസിക് നിങ്ങൾ തന്നെയാണോ ചെയ്തത്? കാവ്യ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പാട്ടിന്. അത് സുജാ ചേച്ചി പാടിയ പാട്ടും ശ്വേത പാടിയ പാട്ടും. എനിക്കൊന്നു കാവ്യ പാടിയ പാട്ട് തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഒരു പൊൻവീണയായി ഞാൻ മാറുന്നുവോ, കാറ്റിൻ കൈതാളത്തിൽ ഞാൻ പാടുന്നുവോ, ഈ സന്ധ്യാനേരം എന്നിൽ തീർക്കും മോഹങ്ങൾ തൻ രൂപമാകും ഒരു ദീപനാളമായി തെളിയുക നീ,
ഈ സന്ധ്യാനേരമെന്നിൽ തീർക്കും മോഹങ്ങൾ തൻ രൂപമാകും ഒരു ദീപനാളമായി തെളിയുക നീ. ഏവർക്കും AVT പ്രീമിയം ടീയുടെ പൊന്നോണാശംസകൾ. AVT പ്രീമിയം ടീ, ഏറ്റവും കടുപ്പമുള്ള ചായ സ്ഥിരമായി. സിനിമയിലേക്ക് വന്ന അടുത്ത 2 പ്രോജക്റ്റ് ഏതാ മുൻപിലുള്ള? ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന് പറയുന്ന പ്രൊജക്റ്റാണ്. ഇത് പുതിയ ഡയറക്ടർ സുധീർ അമ്പലപ്പാട്, അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ഷൻ. കുറേ പുതിയ ആൾക്കാർ, സ്ക്രിപ്റ്റ് പുതിയ ആളാണ്. ഒരു ഹീറോയിൻ ഓറിയന്റഡ് സബ്ജക്റ്റാണത്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും. ഒരു പ്രോജക്റ്റ് ഉണ്ട്, അത് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓണം കഴിഞ്ഞാൽ ഉടനെ ചെയ്യാൻ പോകുന്നത് ആ സിനിമയാണ്. മലബാർ എന്നാണ് പടത്തിന്റെ പേര്. അതിൽ പ്രത്യേകത ഞാൻ എൻ്റെ നാട്ടുകാരിയായിട്ട് തന്നെയാണ് ആ പടത്തിൽ അഭിനയിക്കുന്നത്. ആണോ? അതിന് പഴയ സ്ലാങ് ഒക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരിക്കലും ഇല്ല, അതന്നെ ഉള്ളൂ. ഇതൊക്കെയല്ലേ ഉണ്ടാക്കി സംസാരിക്കുന്നത്. ഒറിജിനൽ അതൊക്കെ തന്നെയാണ്. ഗദ്ദാമ പോലെ വളരെ ചലഞ്ചിങ് ആയ റോൾ ചെയ്ത കാവ്യ മാധവൻ, ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും ചലഞ്ചിങ് ആയ ഒരു റോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ വളരെ സെലക്റ്റീവാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഈ 2012 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ എൻ്റെതായിട്ടുള്ള 2 സിനിമകളെ വരുള്ളൂ. അങ്ങനെ ഏതെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ എടുത്ത തീരുമാനമാണ്. എനിക്കൊന്ന് ഒരു കാലത്ത് അങ്ങനെ തീരുമാനം കാവ്യ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതെ, ഇപ്പൊ ഞാനിപ്പോ 2ാമത് വീണ്ടും അഭിനയിച്ചു തുടങ്ങിയപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം, പ്രത്യേകിച്ചിട്ട് ഗദ്ദാമ നല്ല രീതിയിൽ പോയപ്പോ, ഗദ്ദാമയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയപ്പോ എനിക്ക് സ്വയം തോന്നി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ബോണസ് ആയിട്ട് എനിക്ക് തോന്നണം. കാരണം മനസ്സുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ദൈവം എനിക്ക് വീണ്ടും നല്ലൊരു കരിയർ തന്നു. എനിക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ ഏറെ നല്ല നല്ല കഥാപാത്രങ്ങൾ ദൈവം ഇപ്പൊ തരുന്നു. ദൈവത്തിന്റെ ദൈവാധീനം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ നമുക്ക് തിരിച്ചു വന്നപ്പോഴും. ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കാവ്യ ശ്രീകൃഷ്ണന്റെ ഭക്തയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളുടെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ കൃഷ്ണൻ എന്ന് പറയുന്നത് അല്ല, അതുണ്ട്. ഞാൻ മനുഷ്യരെ പോലെ തന്നെയാണ് ദൈവങ്ങളെയും കാണുന്നത്. മനുഷ്യരെ സൃഷ്ടിച്ച ആൾക്കാരല്ലേ, അപ്പൊ പിന്നെ എന്തായാലും മനുഷ്യന്റെ കുറച്ച് സ്വഭാവങ്ങൾ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പൊ പിണക്കവും പരിഭവമൊക്കെ ഉണ്ട്. അത് ഫീൽ ചെയ്തിട്ടുമുണ്ട്, പരിഭവിച്ചിട്ടുമുണ്ട് എൻ്റെ അടുത്തൊക്കെ. എനിക്കൊന്ന് ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ചില ക്രൈസിസുകൾ കാവ്യയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. മലയാളികൾ തീരെ പ്രതീക്ഷിക്കാതിരുന്ന, അവർ ആലോചനയിൽ പോലും കാണാതിരുന്ന ചില സംഭവങ്ങൾ. അത്തരം സംഭവങ്ങളിലെല്ലാം ഈ പറയുന്ന പോലെ പേരൻസിന്റെ സപ്പോർട്ടായിരുന്നു കാവ്യക്ക് തുണയായിട്ടുണ്ട്. പാരൻസിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണമല്ലോ. അതാണല്ലോ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനേക്കാളുപരി എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അത് തന്നെയാണ് നമുക്കൊരു എന്താ പറയാ, എണീറ്റ് നിൽക്കാനുള്ള ഒരു പ്രചോദനം അത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു കാവ്യ ഈ പറയുന്ന പ്രതിസന്ധി, നമ്മൾ ഉദ്ദേശിച്ച പ്രതിസന്ധിയെ കാവ്യ പൂർണ്ണമായിട്ടും അതിജീവിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ അതിജീവിച്ചല്ലേ മതിയാവുള്ളൂ. അല്ലാതെ ലൈഫ് ലോങ് നമ്മളെ തളർത്താൻ പാടില്ല. ഏത് വിഷയവും നമ്മളെ തളർത്താൻ പാടില്ല എന്നാണ്. എനിക്ക് ഈ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വർഷം ഇതേപോലെ ഓണത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാവ്യ മൂഡ് ഔട്ട് ആവുന്നുണ്ടായിരുന്നു. കാവ്യയുടെ മനസ്സ് വല്ലാത്ത ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കാണുന്ന കാവ്യ അങ്ങനെയല്ല, ചിരിച്ചിരിക്കുന്ന ഒരു കാവ്യയാണ്. ഇതിനുള്ളിൽ വേറൊരു മുഖം ഉണ്ടോ എന്നാണ് സംശയം. അല്ല, അങ്ങനെ മാറ്റം കാണുന്നു പറയുമ്പോൾ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ പൊതുവെ കുറച്ച് പെട്ടെന്ന് മൂഡ് ഓഫ് ആവണ കൂട്ടത്തിലാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും, എൻ്റെ മനസ്സ് പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും പോകും. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ സ്ഥായി ഭാവത്തെ കുറിച്ച് പറഞ്ഞ പോലെ സങ്കടമാണ് എനിക്ക് എപ്പോഴും. എൻ്റെ ബേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും സങ്കടപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സന്തോഷങ്ങൾക്ക് അധികം ആയുസില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. നല്ലൊരു സന്തോഷം എനിക്ക് ദൈവം തരുമ്പോൾ ഞാൻ സന്തോഷിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം ഞാൻ സന്തോഷിക്കുമ്പോൾ അതിനപ്പുറം വലിയൊരു സങ്കടം എനിക്ക്, അത് വളരെ പേഴ്സണൽ ആയിരിക്കും കേട്ടോ. എൻ്റെ ജോലി സംബന്ധമായിട്ടൊന്നും ഒരു സങ്കടവും എനിക്ക് ദൈവം തന്നിട്ടില്ല. എല്ലാ തരത്തിലും സങ്കടങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ജോലി സംബന്ധിച്ചിടത്തോളം ഞാൻ തുടങ്ങിയെടുത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല എന്താ പറയാ, നല്ല ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എവിടെയും എന്നെ തളർത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പേഴ്സണലി തീർച്ചയായിട്ടും വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. സാധാരണ മനുഷ്യരല്ലേ നമ്മളും.
ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കണോ ചിരിക്കണോ കളിക്കണോ എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടേതായിട്ടുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ പലതും പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തേ, നമുക്ക് വേണ്ടി നമ്മൾ എപ്പോഴെങ്കിലും സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയൊക്കെ മാറ്റിവെക്കണം, യാത്രകൾ ചെയ്യണം. കുറെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി. മിക്കതും ദൈവത്തിന്റെ സ്ഥലമൊക്കെയാണ്. എന്റെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് അമർനാഥിൽ പോവുക എന്നതാണ്. അല്ല, കൈലാസത്തിൽ പോവുക. കൈലാസത്തിൽ പോകണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ അതിനൊരു യോഗമുണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ആഗ്രഹം ശക്തമാണെങ്കിൽ, വളരെ ജെന്യൂൻ ആണെങ്കിൽ നടക്കും എന്നുള്ളതാണ്. അതെ, അതിനുള്ളൊരു ചെറിയൊരു ഉദാഹരണമാണ് കാവ്യതളങ്ങൾ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ശക്തമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു, വിഷ്വല് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഞാൻ കൈലാസത്തിലേക്ക് പോയതും കൈലാസം ഞാൻ ആ മലയുടെ മുകളിൽ കയറിയിട്ട് കൈലാസം കാണുന്നതൊക്കെ ഞാൻ എപ്പോഴും വിഷ്വല് കണ്ടുകൊണ്ടിരിക്കുക. അതൊരു ദിവസം എന്റെ ജീവിതത്തിൽ നടക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ കൈലാസത്തിലേക്ക് പോവുക, അതാണ് ഉള്ളൊരു സ്വപ്നം. നടക്കട്ടെ എത്രയും പെട്ടെന്ന്. ഏവർക്കും AVT പ്രീമിയം ടീയുടെ പൊന്നോണാശംസകൾ. AVT പ്രീമിയം ടീ, ഏറ്റവും കടുപ്പമുള്ള ചായ സ്ഥിരമായി. എന്തായാലും ഓണമാണ്. ഇത്തവണ ഓണം എവിടെ ആഘോഷിക്കും? ഓണം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ തന്നെയാണ് എന്നും ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇപ്രാവശ്യം കുടുംബത്തോടൊപ്പം തന്നെയായിരിക്കും ആഘോഷിക്കുക. ഈ സമയത്ത് സിനിമ ഇല്ലാതിരുന്ന കുറച്ച് സമയങ്ങൾ, അഥവാ നേരത്തെ സൂചിപ്പിച്ചില്ലേ 2 സിനിമകൾ 3 സിനിമകൾ, അതിൽ കൂടുതലൊന്നും ചെയ്യുന്നില്ല. അമ്മയുടെ കൂടെ പാചകം പഠിക്കുന്നുണ്ട്? അല്ല, പാചകം എനിക്ക് കുറെയൊക്കെ അറിയാം. പിന്നെ അങ്ങനെ എപ്പോഴൊന്നും ചെയ്യാറില്ല എന്നുള്ളതേ ഉള്ളൂ. അമ്മയെ സഹായിക്കാറൊക്കെ ഉണ്ട് ആവശ്യം വരുമ്പോ. പിന്നെ എനിക്ക് കൂടുതലും ഈ സദ്യവട്ടം എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി എനിക്ക് കുറെ കൂടി ഡെസേർട്സ്, അങ്ങനത്തെ കേക്ക്, അതിലൊക്കെയാണ് കൂടുതൽ താല്പര്യം ഉണ്ടാക്കാനൊക്കെ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇടക്കാലത്ത് ധാരാളം കേക്കുകളും ഐസ്ക്രീമുകളും ഒക്കെ കാവ്യ കഴിച്ചിരുന്നതായി കാവ്യയുടെ ചില ഫോട്ടോകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ വളരെ പെട്ടെന്ന്, വളരെ അത്ഭുതമായിരിക്കുന്നു ഈ ഒരു മാറ്റം. അല്ല, ഞാനത് മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ. ഓവർ വെയിറ്റ് ആയിരുന്നില്ലേ കുറെ കാലം? ഓവർ വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കാവ്യക്ക് തന്നെ തോന്നിയില്ലേ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന്? അത് എന്താ പറയാ, ഞാന് സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, ഈ സ്ക്രീനിൽ വരുമ്പോ കുറെ കൂടി കൂടുതലായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ഞാനൊരു നോർമൽ ആളല്ലല്ലോ, ഞാനൊരു അഭിനയിക്കുന്ന ഒരാളാകുമ്പോൾ കുറെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല എപ്പോഴും. ഇപ്പൊ ഇങ്ങനെ കുറച്ച് കുറഞ്ഞു എന്ന് വെച്ചിട്ട് നാളെ കൂടിക്കൂടാന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്റെ ഒരു തോന്നലാണല്ല. നോർമലി ഗോസിപ്പുകളൊക്കെ പുറമെ ധാരാളം വരാറുണ്ട്. ഇപ്പൊ എങ്ങനെയാ പൊതുവെ അതിനെയൊക്കെ വളരെ മെച്ചുറായിട്ട്? ഞാൻ പറയട്ടെ, നമുക്കൊരു പരിധി വരെ നമ്മളെല്ലാം ബാധിക്കുള്ളൂ. ഒരു സ്ഥലത്ത് എത്തണ വരെ നമ്മളെ മനസ്സിനെ വല്ലാണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒന്നും ബാധിക്കാറില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബന്ധുക്കളോ അതോ സുഹൃത്തുക്കളോ? സുഹൃത്തുക്കള്. അപ്പൊ അത് ബന്ധുക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, സുഹൃത്തുക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വേണമെന്ന് തോന്നുന്ന ഒരാള്, നമ്മളോട് ഇഷ്ടം ആത്മാർത്ഥമായിട്ടുള്ള ഒരാൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല അല്ലെ. അവര് നമ്മളെപ്പോഴും എല്ലാ സ്ഥലത്തും നമ്മളെ രക്ഷിക്കുകയുള്ളൂ. ഇഷ്ടം സത്യസന്ധമാണെങ്കിൽ, ഇഷ്ടം ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ ഒരു കുഴപ്പം പിടിച്ചൊരു സിറ്റുവേഷനിൽ നമ്മളെ രക്ഷപ്പെടുത്താനേ നോക്കുള്ളൂ. എന്തായാലും ഓണക്കാലമാണ്, പ്രേക്ഷകരോട് കാവ്യക്ക് പറയാനുള്ളത്? ഓണം എപ്പോഴും സന്തോഷം, നമ്മളെല്ലാവരും ബന്ധുക്കളെല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു സന്തോഷമാണ് ഓണം എന്ന് പറയുമ്പോൾ. ഈ വർഷത്തെ ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും അതെ, ഈ വർഷം എന്ന് മാത്രമല്ല, വളരെ സന്തോഷം നിറഞ്ഞ ഓണാണ്. പിന്നെ എല്ലാവർക്കും എപ്പോഴും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നേ പറയുള്ളൂ. അതായത് എപ്പോഴും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും പറ്റുള്ളൂ. നമുക്കിപ്പോൾ സന്തോഷം എന്നുള്ളതിനേക്കാൾ ഉപരി സമാധാനമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആവശ്യം. അപ്പം അത് ജീവിതത്തിൽ ഉടനീളം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു. രാഘവ രാമരാജ്യത്തിൻ പ്രിയനായക, വൈദേഹിയില്ലെന്നു രാമ രാഘവ. രാവണൻ സീതയെ മോഹിച്ചു വന്നത് സീത തൻ
കുറ്റമോ നിൻ പ്രജധർമ്മം വെടിഞ്ഞു ജീവിച്ചത് ദേവിതൻ കുറ്റമോ രാമ നിൻ പ്രജധർമ്മം വെടിഞ്ഞു ജീവിച്ചത് ദേവിതൻ കുറ്റമോ രാമ രാമ രാമേ നീ ജപിച്ചു നടന്നോരാ വൈദേഹിയില്ലെന്നോ രാമ AVT പ്രീമിയം ടീ കാവ്യതളം സമർപ്പിച്ചത് AVT പ്രീമിയം ടീ കടുപ്പമല്ല ഏറ്റവും കടുപ്പമുള്ള ചായ സ്ഥിരമായി ഇൻ അസോസിയേഷൻ വിത്ത് പൊന്നും പുടവയുമായി ശ്രീവത്സം അണിഞ്ഞൊരുങ്ങി ശ്രീവത്സം ജുവലേഴ്സ് പന്തളം കുളനട കൊടുമൺ അടിമാലി രാംരാജ് കോട്ടൺ മുണ്ടുകൾ ഷർട്ടുകൾ പിന്നെ അടിവസ്ത്രങ്ങളും 1997